ശ്രീ കെ അനിൽകുമാർ, നോക്കൂ, കേരളം മുന്നിലാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അടക്കം നീതി ആയോഗിൻ്റെ പല വിധത്തിലുള്ള സ്റ്റഡീസ് വരുന്നു ആരോഗ്യരംഗം അടക്കമുള്ള കാര്യങ്ങളിൽ. ഇതിപ്പോൾ DPIIT, വേൾഡ് ബാങ്ക് കൺസൾട്ടൻസ്, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം റിപ്പോർട്ട്, ഇങ്ങനെ പോകുന്നു അതിൻ്റെ കണക്കുകൾ. അതൊക്കെ ഉദ്ധരിച്ചാണ് ശശി തരൂർ പറഞ്ഞത്. ശരിയാണ്, അത് വസ്തുതയാണ്. പക്ഷേ അങ്ങനെ ഒരു വസ്തുത പറഞ്ഞാൽ CPIM-നെതിരെ, ഇടതുപക്ഷത്തിനെതിരെ, പിണറായി സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ തുടർച്ചയാണ്, ഇനി മൂന്നും കൂടെ ആയാൽ അത് വലിയ പ്രശ്നമാകും എന്ന് കോൺഗ്രസ് സ്വാഭാവികമായും ഭയപ്പെടില്ലേ? അതിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന ഒരു മുഖം, വിശ്വപൗര മുഖമുള്ള ഒരാൾ ഇത്തരത്തിൽ CPIM ഭരിക്കുന്ന, പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്തെ വ്യവസായ രംഗത്തെ വളർച്ചയെ സംബന്ധിച്ച് അടയാളപ്പെടുത്തിയാൽ അത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് എതിരാണ് എന്നൊരു പ്രതിപക്ഷ ചിന്തയല്ലേ യഥാർത്ഥത്തിൽ ഇതിലേക്കൊക്കെ നയിക്കപ്പെട്ടത്? അത് നമ്മൾ കാണാതെ പോകുന്നത് എന്തിനാണ് ശ്രീ കെ അനിൽകുമാർ? രാഷ്ട്രീയമായി മുടന്തുന്ന ഒരു മുന്നണിയാണ് കേരളത്തിലെ UDF. തുടർഭരണം വന്നതോടുകൂടി എന്താണ് കേരളത്തിന് തുടർഭരണത്തിൻ്റെ ഭാഗമായ നേട്ടം എന്ന കൺകുളിർക്കയുള്ള കാഴ്ചയാണ് നിക്ഷേപ സൗഹൃദത്തിൽ കേരളം ഒന്നാം സ്ഥാനത്തായത്. ആന്ധ്ര ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും നിക്ഷേപ സൗഹൃദത്തിൽ മുമ്പ് ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു. പക്ഷെ കേരളം ഒന്നാം സ്ഥാനത്തായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഒന്നാം സ്ഥാനത്തായതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി തൊഴിലാളിക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടുത്തെ കൂലി നിരക്കിൽ വിട്ടുവീഴ്ച ചെയ്യാനാവില്ല എന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും ഉറപ്പാക്കിയിട്ടുള്ളത്. ആളുകൾ ജോലിക്ക് പോകുന്നത് കുടുംബം പുലർത്താനാണ്, വരുമാനമുണ്ടാക്കാനാണ്. അധ്വാന ശക്തി വിറ്റ് ജീവിക്കുന്ന തൊഴിലാളിയുടെ കൂലി ഏറ്റവും ഉയർന്ന നിരക്ക് നിൽക്കുമ്പോൾ അതേ കേരളത്തിൽ തന്നെ ഇവിടെ നിക്ഷേപിക്കാൻ വരുന്ന സ്ഥാപന ഉടമകളെ കൊണ്ട്, നിക്ഷേപകരെ കൊണ്ട് ഇതാണ് മികച്ച ഇടം എന്ന് പറയിക്കാൻ കഴിയണമെങ്കിൽ അതിലൊരു മാജിക്ക് വേണം. ഏറ്റവും ഉയർന്ന കൂലിയല്ല വ്യവസായ സംരംഭങ്ങൾ വരാനുള്ള തടസ്സം എന്ന് തെളിയിക്കുകയാണ് കേരളം ചെയ്യുന്നത്. അത് കേരളത്തിൽ ഒരു പുതിയ മാതൃകയാണ്, ഒരു ദേശീയ മാതൃകയാണ്. പണിമുടക്കുണ്ടാകുന്നത്, അടച്ചുപൂട്ടലുണ്ടാകുന്നത്, ലേ ഓഫ് ഉണ്ടാകുന്നത് തുടങ്ങി നാനാ കാരണങ്ങളിൽ വ്യവസായ സ്തംഭനം ഉണ്ടാകുന്നതൊക്കെ നോക്കിയാൽ കേരള മാതൃക മറ്റൊരു തരത്തിൽ ഇക്കാര്യത്തിൽ മാതൃകയായി, ഒരു തൊഴിൽ ബന്ധ മാതൃക. സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് മൂലധനവും തൊഴിലാളി വർഗവും തമ്മിൽ, അല്ലെങ്കിൽ അധ്വാനവും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ്. ആ വൈരുദ്ധ്യം പരിഹരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം അനുസരിച്ച് ഒന്നൊന്നിൻ്റെ നാശത്തിലെ പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ മൂലധന വ്യവസ്ഥ ഇല്ലാതാകണം. ഇന്ത്യ രാജ്യത്ത് മൂലധന വ്യവസ്ഥയാണ്. അപ്പോൾ എന്തു ചെയ്യാം? ഇതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് പരിശ്രമിച്ചത്. വെരി ഗുഡ്. പാർട്ടി മുൻകൈ എടുത്ത് LDF ഉണ്ടാക്കിയ നയം ഇത് മാത്രമാണ്. മൂലധനത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും, തൊഴിലാളിയെ കൊള്ള ചെയ്യാൻ മാത്രം അനുവദിക്കില്ല. തൊഴിലാളിയെ കൊള്ള ചെയ്യുക എന്ന മൂലധനത്തിൻ്റെ സഹജ സ്വഭാവത്തെ അംഗീകരിക്കാതെ ആ മൂലധനത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക എന്ന ഒരു ലോക പരീക്ഷണത്തിൻ്റെ മഹത്തായ ഇടമാണ് കേരളം. നല്ല റോഡ് കൊടുക്കാമെന്ന് പറഞ്ഞു, നല്ല റോഡ് കൊടുത്തു. ഇവിടുത്തെ നിക്ഷേപകരോട് നിങ്ങൾക്ക് നല്ല റോഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്നല്ല, ദേശീയപാത മാത്രമല്ല, മലയോര തീരദേശ പാതകൾ, കേരളത്തിൻ്റെ സാധാരണ റോഡുകൾ 35,000 കിലോമീറ്റർ, 15,000 കിലോമീറ്റർ റോഡുകൂടെ പണിത് കഴിഞ്ഞാൽ കേരളത്തിൽ റോഡെന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. ഗ്രാമീണ റോഡുകളും ഒരു 2, 2.5, 3 കൊല്ലക്കാലം കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാമീണ റോഡുകൾ പൂർണ്ണമാകും. ഇതാണ് കാഴ്ചപ്പാട്. അപ്പം നല്ല റോഡുകളുണ്ട്, 24 മണിക്കൂർ തടസ്സമില്ലാത്ത വൈദ്യുതി, ഒരു തടസ്സവുമില്ലാത്ത ഇൻ്റർനെറ്റ് സൗകര്യം. ഇതോടൊപ്പമാണ് നിങ്ങൾ അപേക്ഷ കൊടുത്താൽ 2 മിനിറ്റിൽ വ്യവസായം തുടങ്ങാൻ കഴിയുന്ന ഏകജാലക സംവിധാനം, അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള തടസ്സങ്ങളെ തട്ടിമാറ്റുന്ന നിയമപരിഷ്കരണങ്ങൾ. അതോടൊപ്പം സർക്കാർ ഉറപ്പ് നൽകി ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി ഉണ്ടാവില്ല. ഭരണതലത്തിൽ കേരളത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ശ്രീ സാബു തെലങ്കാനയിൽ ചെന്നപ്പോൾ 40 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തതുപോലെ ഒരഴിമതിയും കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യൂല. ഇതായിരുന്നു LDFൻ്റെ വാക്ക്. ഈ വാക്ക് പാലിച്ച മുഖ്യമന്ത്രി ആയതിനാലാണ്, വാക്ക് പാലിച്ച വ്യവസായ മന്ത്രിയും സർക്കാരുമായതിനാലാണ് ഇന്ന് കേരളത്തിൽ ബഹുമാനപ്പെട്ട ശശി തരൂരിൻ്റെ പ്രശംസയ്ക്ക് വിധേയമായ വസ്തുതകൾ വന്നത്. ശശി തരൂർ പ്രശംസിച്ചത് വസ്തുതകളെയാണ്, സർക്കാരിന് മാത്രമല്ല. ഒന്നാമത്തെ വസ്തുത എന്താണ്?
28ാം സ്ഥാനത്ത് കിടന്ന ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം 1ാം സ്ഥാനത്തായി എന്നുള്ളത് നാളെ കോൺഗ്രസ് പാർട്ടി കൂടി ഭൂമി പരന്നതാണെന്ന് പ്രഖ്യാപിച്ചാലും, അല്ല ഭൂമി സൂര്യനെ കറങ്ങുകയല്ല, സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുകയാണെന്ന് ഗലീലിയെ കൊണ്ട് പറയിപ്പിച്ച പോലെ പറയിപ്പിച്ചാലും വസ്തുതാപരമായി ബോധ്യപ്പെടാൻ പോകുന്ന കാര്യം എന്താണ്? 28ാം സ്ഥാനത്ത് നിന്ന് കേരളം 1ാം സ്ഥാനത്തായി. അത് അൺചലഞ്ചബിളാണ്. 2, സ്റ്റാർട്ടപ്പിൻ്റെ ഇക്കോ സിസ്റ്റത്തിൽ കേരളത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ആവറേജിൻ്റെ 3 മടങ്ങാണ് എന്നതും തെളിയിക്കപ്പെട്ട ഡാറ്റയാണ്. 3, 2 മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാമോ എന്ന് ചോദിച്ചതിന് ഞാൻ മനസ്സിലാക്കിയത് വിപ്രോയുടെ തന്നെ വിപ്രോ ബ്രാഹ്മിൺസ് എന്ന സ്ഥാപനം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പേ തന്നെ മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചായ കുടിച്ചിട്ട് വന്നപ്പോൾ വ്യവസായം തുടങ്ങാൻ ലൈസൻസ് കിട്ടിയെന്ന്. ഇന്ന് ആരാ മറുപടി പറയുന്നത്? ശശി തരൂർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, അദ്ദേഹത്തിനെതിരെ പറയുന്ന KC വേണുഗോപാലിനും അതുപോലെ തന്നെ VD സതീശനും ഒക്കെ മറുപടി പറയുന്നത് ഇവിടുത്തെ വ്യവസായികളാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ഇവരെല്ലാം നിൽക്കുമെന്ന് ധരിക്കുമ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയല്ല നിൽക്കുന്നത്, അവരവരുടെ മൂലധന താല്പര്യത്തിനാണ് നിൽക്കുന്നത്. പക്ഷേ ആ മൂലധന താല്പര്യത്തിൻ്റെ പ്രശ്നം കോർപ്പറേറ്റ് താല്പര്യങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സന്ധിയില്ല. ഇടത്തരം മൂലധനത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് അധ്വാന ശക്തി, അത് വിൽക്കുന്ന തൊഴിലാളിക്ക് പൂർണ്ണമായി ഉറപ്പ് കൊടുത്തുകൊണ്ടുള്ള സമീപനം. ഇവിടുത്തെ ചർച്ചയിൽ 2 രാഷ്ട്രീയമായ പിശകുകൾ തിരുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ തുറന്നു പറയുന്നു. 1, ശശി തരൂർ എന്ന വ്യക്തി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ കേരളത്തിലെ UDFൻ്റെ ഘടന മാറുമോ, ഗുണാത്മക മാറ്റം വരുമോ? ഒരു വ്യക്തിക്ക് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാനാവില്ല എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ശശി തരൂരിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാന മോഹത്തിൻ്റെതായ കൽപ്പനയോടുകൂടി ഒരു കൊല്ലം മുമ്പ് തന്നെ ചില പദ്ധതികളോടെ നടന്നിരുന്നല്ലോ. ആ പദ്ധതികളെല്ലാം അട്ടിമറിക്കപ്പെട്ടതിന് കാരണം എന്താണ്? അദ്ദേഹം പിന്നെ ലോക്സഭയിലേക്ക് പോകാൻ തീരുമാനിച്ചതിന് കാരണം എന്താണ്? ആ അധ്യായം കഴിഞ്ഞു, ആ യുദ്ധം കഴിഞ്ഞു. ഇപ്പോൾ വസ്തുതകൾ വേറെയാണ്. 2ാമത്തെ പ്രധാനപ്പെട്ട സംഗതി, മുസ്ലിം ലീഗിൻ്റെ സാഹചര്യം എന്താണ്? തുടർഭരണം വന്നതോടുകൂടി ലീഗ് ക്ഷീണിച്ചു എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന് പഴയ ശക്തിയില്ല, കോൺഗ്രസിനോടും പിടിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് യാചിച്ച് അവരുടെ ശക്തി നിലനിർത്താൻ SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും UDFൻ്റെ മുന്നണിയിൽ ഇടം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഇടനില നിൽക്കുകയാണ് കോൺഗ്രസിനോട്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിതാ വോട്ട് പിടിച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കും SDPIയും കൂടെ ഒരു ചെറിയ ഇടം വേണം, അതിന് തിണ്ണയിലാണല്ലോ അവർ കിടന്നോളും, അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമുക്കൊരു 5ാം മന്ത്രി അവർക്ക് കൊടുക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്നെല്ലാം പറഞ്ഞുള്ള ചർച്ചയിലാണ് ലീഗ്. അതുകൊണ്ട് ലീഗ് ശക്തരല്ല, ലീഗ് ദുർബലമാണ്. പിന്നെ ഈ വിവാദം വന്നുകൊണ്ടൊരു ഗുണം കിട്ടി. 21, 22 തീയതികളിൽ കൊച്ചിയിൽ നടക്കാൻ പോകുന്ന ലോക നിക്ഷേപക സമ്മേളനത്തിനെതിരായി കേരളത്തിലെ മാധ്യമങ്ങൾ കടന്നാക്രമണത്തിന് കുറേ സാധനം കരുതി വെച്ചിരുന്നു. അതെല്ലാം നനഞ്ഞ് പടക്കമായി പോയി. സാധാരണ നമ്മൾ കാണുന്നതാണല്ലോ, ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നേതൃത്വത്തിൽ പരിപാടി നടന്നാൽ അതിനെതിരായ നെഗറ്റീവ് വാർത്തകൾ അതിൻ്റെ വലിയ ഒരു തള്ളിക്കയറ്റം ഉണ്ടാക്കും. ഇത്തവണ അതിന് സ്കോപ്പില്ല. അതാണ് 21, 22 തീയതി നടക്കാൻ പോകുന്ന അതിൻ്റെ പ്രാധാന്യം. വിഴിഞ്ഞം കോൺക്ലേവ് നടന്നപ്പോൾ തമസ്കരിച്ച മാധ്യമങ്ങൾക്ക് കേരളത്തിൻ്റെ നിക്ഷേപ സൗഹൃദ സമ്മേളനം തമസ്കരിക്കാനാവാത്ത മാറ്റമുണ്ടായി എന്നുള്ളതാണ് ഇന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അതുകൊണ്ട് തന്നെ എണ്ണം പറഞ്ഞ നേട്ടങ്ങളോടുകൂടിയാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തെളിയിക്കപ്പെട്ട സത്യങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർഭരണം കിട്ടിയാൽ എന്താണ് കേരളത്തിൽ LDF ചെയ്യുന്നത്? അതിൻ്റെ ബോണസാണ് കിട്ടിയിരിക്കുന്നത്. ഒരു തവണ കൂടെ കിട്ടിയാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അതിൻ്റെ 100 മടങ്ങ് ശതഗുണീഭവിക്കുന്ന നേട്ടങ്ങൾ ലഭ്യമാക്കുമെന്ന് LDF ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. തീർച്ചയായും.